Turn our attention to the book of Romans chapter 5. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. First 5 verses, please. First 5 verses of Romans. മലയാളത്തിൽ വായിക്കേണ്ട. Somebody please read in English. Molly aunty is absent today, so വേറെ ആരെങ്കിലും ഇംഗ്ലീഷ് വായിക്കണം. Anyone? Therefore, since we have been justified by faith, we have peace with God through our Lord Jesus Christ. Through him, we have also obtained access by faith into this grace in which we stand, and we rejoice in hope of the glory of God. Not only that, but we rejoice in our sufferings, knowing that suffering produces endurance, and endurance produces character, and character produces hope, and hope does not put us to shame, because God's love has been poured into our hearts through the Holy Spirit who has been given to us. മതി. വളരെ പ്രാധാന്യതയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. These verses which we are thinking through is very important in our life. നമ്മൾ ഈ സന്ദേശത്തിന്റെ ആ ടോപ്പിക് എന്നുള്ളത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് അലോൺ എന്നതായിരുന്നു. The title of the message is Justification by Faith in Christ Alone. വിശ്വാസത്താലുള്ള നീതീകരണം കർത്താവിലൂടെ മാത്രം, അതായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നത്. Justification by hope, faith in Christ alone. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു വന്ന 5 verse 1-നകത്താണ് വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. So clearly justification is defined in the first verse. ആ ജസ്റ്റിഫിക്കേഷൻ എന്നത് ഒരു പാക്കേജ് ഡീലാണ്. This justification is a package deal. ഒരാൾ ജസ്റ്റിഫൈഡ് ആകുമ്പോഴേ ആ പാക്കേജ് ആണ് കർത്താവ് ഒരാൾക്ക് നൽകുന്നത്. Once a person is being justified, he is receiving a package. പക്ഷേ we have many, നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതിനകത്ത്. But we do have a lot of responsibilities in that package. ഈ വാക്യത്തിന് 16, 14, 15, 16 സെഞ്ചുറിയിലെ റിഫോർമേഷനുമായിട്ട് വളരെ ബന്ധമുണ്ട്. In the 16th century, Reformation has a lot of relationship to this verse, this chapter. അവര് പറഞ്ഞ 5 വാക്കുകൾ ഒന്നിതായിരുന്നു: ഫെയ്ത്ത് അലോൺ, ക്രൈസ്റ്റ് അലോൺ, ഗ്രേസ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, ഗ്ലോറി ടു ഗോഡ് അലോൺ. ഈ 5 വാക്കായിരുന്നു ഈ റിഫോർമേഷന് കാരണമായി തീർന്നത്. 5 phrases: faith alone, Christ alone, hope alone, grace alone, Christ alone, scripture alone, all glory to God alone. ഇതായിരുന്നു റിഫോർമേഷന്റെ ആപ്തവാക്യങ്ങൾ. Christ alone and all glory to God alone. That was the main topic of this Reformation. Especially Romans ആയിരുന്നു അവരുടെ ഫോക്കസ് മുഴുവൻ. Especially Reformation at that time, Romans were the true focus for them. അങ്ങനെ ഈ പാക്കേജ് ഡീലിനകത്ത് നമുക്ക് ലഭിച്ച ഒന്നാമത്തെ ഇൻക്രെഡിബിൾ ബ്ലെസ്സിംഗ് പീസ് വിത്ത് ഗോഡ് നമ്മൾ ചിന്തിച്ചു. The incredible blessing we received through this package is the grace. Faith. No. Peace with God is the first incredible blessing we received. Why we justified. Amen. Hallelujah. Peace with God. 2, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായിട്ട് ലഭിച്ചു. The second thing, we received access to God by faith alone. മൂന്നാമത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു hope in God. The third point is hope in God. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഇപ്പൊ നമുക്ക് നമ്മുടെ hope ഉറപ്പാണ്. We were hopeless people, but now we are sure of our hope. Praise the Lord. I hope നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ആ ഹോപ്പിനെ പറ്റി 42-ാം സങ്കീർത്തനം 43-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്: എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. വീണ്ടും ആ വാക്യം ആവർത്തിക്കുന്നു: എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. 43-ാം സങ്കീർത്തനത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു: എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇവിടെ
കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. Last week we meditated about that. Put your hope in the glory of God. We based that scripture from Psalms 41, 42 and 43. Those verses keep repeating that. Put your hope in God, because we rejoice in our sufferings, and knowing that these suffering produces endurance, and endurance produces character, and this character produces hope, and this hope does not put us to shame. 3 പ്രാവശ്യം ഹോപ്പ് 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 എന്ന് അതിനകത്ത് പറഞ്ഞേക്കാണ്. 3 times we can see hope is being repeated. എക്സോൾട്ട് എന്നത് 3 പ്രാവശ്യം ആ പാസേജിനകത്തുണ്ട്. സന്തോഷിക്കുക എന്ന വാക്കും. Exalt or be joyful or put your hope, that also we can see 3 times in this verse. നോക്കൂ, 4ാമത്തെ ആ പാക്കേജിനകത്തുള്ളതാണ് ദൈവ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നു. The fourth thing inside this package is God's love is poured in us, on us. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. Inside our heart, God's love is being poured. 5ാം വാക്യം പെട്ടെന്ന് നോക്കിയേ. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, and hope does not put us to shame, because God's love has been poured into our heart through Holy Spirit who has been given to us. In verse 5, we can see that this hope does not put us to shame, because God's love has been poured into our hearts Praise through Lord. the Holy Spirit. അങ്ങനെങ്കിൽ ഒരുവൻ ജസ്റ്റിഫൈഡ് ആകുമ്പോൾ ദൈവ സ്നേഹം അവന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. So when one person is being justified, at that time God's love is being poured into that person's heart. ഒരാൾ പറഞ്ഞു, ഐ ഡ്രോപ്സ് പോലല്ല, നയാഗ്ര ഫാൾസ് പോലെയാണ് ദൈവസ്നേഹം നമ്മിലേക്ക് വരുന്നത്. One person was mentioning like this, God's love is not like an eye drop, but it is being poured like Niagara Falls. Praise the Lord. എന്ന് പറഞ്ഞാൽ നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഒരുവൻ ജസ്റ്റിഫൈഡ് ആകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയുകയാണ്. ഇത് വീണ്ടും ജനിക്കാത്ത ആർക്കും ഉള്ള പദവിയേ അല്ല. So when a person is being justified, or when a person is being born again, at that time God's love is flowing into his heart abundantly. And if a person is not born again, he or she cannot experience this abundance of love. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന ഈ ദൈവസ്നേഹം എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതല്ല, തിരിച്ചാണ് ദൈവം എന്നെ സ്നേഹിക്കുന്ന കാര്യമാണ് ആ വാക്യം. The love here is being mentioned, not the love from us to God, but vice versa, the love from God to us. ഈ ദൈവസ്നേഹത്തിന്റെ എക്സ്പ്ലനേഷൻ എത്രമാത്രം ഉണ്ടെന്നറിയണമെങ്കിൽ റോമൻസ് ചാപ്റ്റർ 8 വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. If we would like to know this God's love, how big it is, we can see that in Romans chapter 8. നിങ്ങൾ ആ 8ാം അധ്യായത്തിലേക്ക് നോക്കിയേ. ആ വാക്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. 8ന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. We can see that in Romans chapter 8, towards the last verses, we can see that in all these things we are more than conquerors, and nothing can separate from the love of God. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ മതി. ഈ അഖിലാണ്ടത്തിലുള്ള എല്ലാ കാര്യത്തെയും ആ 2 വാക്യത്തിൽ പോൾ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം കൂടെ നോക്കിയാലും ആ സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. We can see here in Romans chapter 8 verse 37 and 38, almost everything, all aspects of life is being represented here. But still Paul is assuring, giving an assurance that nothing can separate from anything can separate us from the love of God. Praise the Lord. Hallelujah. ഞാനത് പിന്നാലെ വിവരിക്കാം. ദൈവസ്നേഹം ആ 5ാമത്തെ പാക്കേജ് അവിടെ തന്നെയുണ്ട്.
നമുക്ക് ഹോളി സ്പിരിറ്റിനെ കിട്ടി എന്നുള്ളതാണ്. The fifth thing inside this package is Holy Spirit is being given to us. അത് മലയാളത്തിലേക്കായിട്ട് ഇംഗ്ലീഷിൽ ഒരു നല്ലൊരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലാസ്റ്റ് പാർട്ട് ഓഫ് വേഴ്സ് 5 ഒന്ന് നോക്കിയേ. അതിങ്ങനെയാണ് വായിക്കുന്നത്: God's love has been poured into our hearts through Holy Spirit who has been given to us. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന അവിടെ ഹോളി സ്പിരിറ്റിനെ വിളിച്ചേക്കുന്ന ആ പേര് കണ്ടോ? ഇറ്റെന്നോ ഫോഴ്സ് എന്നോ ഒന്നുമല്ല, ഹൂ ഹാസ് ബീൻ എന്നൊരു പ്രയോഗം കണ്ടോ? അങ്ങനെയെങ്കിൽ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത്. Here we can see that Holy Spirit is a person because it has been continued like through the Holy Spirit who has been given to us. അവിടെ ഹോളി സ്പിരിറ്റിന്റെ ഒരു മിനിസ്ട്രി പറഞ്ഞേക്കുകയാണ്. ദൈവസ്നേഹം നമ്മിലേക്ക് വരാനുള്ള ചാനലായിട്ട് ഹോളി സ്പിരിറ്റ് അവിടെ നിൽക്കുകയാണ്. Holy Spirit is one of the ministries of Holy Spirit is being mentioned here. Holy Spirit is acting as a channel to flow God's love from God to us. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ബൈബിൾ ബിലീവിംഗ് ചർച്ചിൽ വളർന്നാലും ക്രിസ്ത്യൻ പേരൻസിന് ജനിച്ചു വളർന്നാലും ഒരുവനിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടാകുന്നത് ജസ്റ്റിഫൈഡ് ആകാതെ ഒരുവന്റെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ടാകില്ല. ദൈവവുമായിട്ട് ആദ്യം ഒരുവന് ബന്ധമുണ്ടാകുന്നത് ജസ്റ്റിഫിക്കേഷനിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നാം ദൈവത്തിന്റെ ടെമ്പിളായി മാറുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. But even if we are born in a Christian family or even if we go to a Christian church, still if we are not justified, then we will never be able to experience the presence of the Holy Spirit and the love of God through the Holy Spirit. അവിടെ കണ്ട ഹോളി സ്പിരിറ്റിനെ വിളിച്ചേക്കുന്ന പേര് ഹൂ എന്നാണ്. We can see here Holy Spirit is being mentioned as a person ആയിട്ടാണ് വിളിച്ചേക്കുന്നത്. ഞാൻ അതിനിങ്ങനെ പറയാം: ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് an it, nor a thing, nor an impersonal force. The Holy Spirit is a divine person, co-equal and co-eternal with God the Father and God the Son. പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും തുല്യനാക്കി കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ ഇവിടെ. നമ്മുടെ ഇടയിൽ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ശക്തി മാത്രമാണ്. നോ, അല്ല. അവിടുന്ന് മൈറ്റി ഗോഡ് ആണ്. ഹി ഈസ് എ പേഴ്സൺ ആൻഡ് മൈറ്റി ഗോഡ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ 5 വാക്യത്തിനകത്ത് ആ പാക്കേജ് ഡീൽ പറഞ്ഞു വരികയാണ്. ദൈവാത്മാവിനാൽ ദൈവസ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നു. We can see that in this package the 5th person is Holy Spirit. So through the Holy Spirit he has been given to us. Praise the Lord. Amen. ഈ റോമൻസ് 8 verse 9 എന്ന് നോക്കി, ഇതിന്റെ ക്രോസ് റെഫറൻസ് ആണ്. 8 verse 9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. We can see here that if you do not have the Spirit of Christ, you do not belong to Christ. നമ്മളെ ശ്രദ്ധിച്ചോ, ഹോളി സ്പിരിറ്റ് നമ്മിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്നാണെന്നറിയാവോ? Do you know what is the symptom of Holy Spirit is in us? പ്രസംഗിക്കുന്നല്ല കേട്ടോ. It is not about preaching. ജീവിതം കാണുമ്പോൾ അറിയാം. When we look at a person's life, we can see whether Holy Spirit. എന്റെ സംസാരം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അറിയാം. When I speak, when others hear my speaking, they can understand that whether I have Holy Spirit. എന്റെ പേഴ്സണൽ ലൈഫ് ഒരാൾ കാണുമ്പോഴാണ് അവനിൽ ദൈവാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അതിനെയാണ് ഗലേഷ്യൻസിൽ വിളിച്ചേക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. When a person's personal life is being observed, at that time we can see whether he has been producing the fruit of the Holy Spirit. ദൈവാത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവൻ അല്ല. Anyone who does not have the Spirit of Christ, he does not belong to him. ഇനിയും ഞാനൊരു ഔട്ട്ലൈൻ പറയാം, എന്നിട്ട് അടുത്ത ആഴ്ചയിൽ ഈ ഭാഗം പ്രസംഗിച്ച് കർത്താവ് അനുവദിച്ചാൽ തീർക്കാം. ഇവിടെ ഈ ലവ് ഓഫ് ഗോഡ് ഹോളി സ്പിരിറ്റ് എന്ന ചാനലിലൂടെ നമുക്ക് തന്നു. This love of God is being poured out into each one of our hearts through the channel of Holy Spirit. എന്നിട്ട് verse 6 to 11 5ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. Chapter 6 verse 6 through 11, it is an explanation of that above verses. The verse 5. Verse 5.
അവിടെ നോക്കിയേ, ശ്രദ്ധയോടെ നോക്കിയോളൂ. അവിടെ ദൈവ സ്നേഹം എന്ന് മാത്രം പറഞ്ഞ് പോൾ 5-ാം വാക്യം കൺക്ലൂഡ് ചെയ്യുകയാണ്. We can see in verse 5, Paul is concluding that verse 5 by mentioning about God's love. പക്ഷേ അങ്ങനെ പോൾ ഒരു വാക്കിൽ പറഞ്ഞു നിർത്താതെ verse 6 to 11 he is explaining what is the love of God. He is explaining what is God's love through verses 6 through 11. നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയേ, 6-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ that is a separate paragraph, right? We can see that especially in the English Bible, we can see from 6 through 11, it is a separate paragraph. അതായത് that is the explanation. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. 5-ാം വാക്യത്തിൽ he just said love of God, then verses 6 to 11 he amplifies and extrapolate what this love of God is. 5-ാം വാക്യത്തിൽ ദൈവ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ സ്നേഹം എങ്ങനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് എന്ന് 6 തൊട്ട് 11 വരെയുള്ള വാക്യത്തിൽ കാണാം. ആ സ്നേഹിച്ചപ്പോൾ നമ്മുടെ സ്റ്റേജ് എന്തായിരുന്നു എന്നാണ് 6 മുതൽ 11 വരെയുള്ള വാക്യം. When he loved us, who were we? That was being explained. 6-ാം വാക്യം തുടങ്ങുകയാണ് 4. മുകളിലത്തെ വാക്കായിട്ട് കണക്ട് ചെയ്യുകയാണ് 4. This verses 5 and 6 are being connected through a conjunction 4. ആ 4 എന്നുള്ളത് നിങ്ങൾ വേഴ്സ് 6 and verse 7 and verse 10 4 ഉപയോഗിച്ച് എഴുത്തുകാരെ കണക്ട് ചെയ്തേക്കാണ്. 4, 6 and 7 and 10 we can see that starts with a 4 in English Bible. അങ്ങനെ തന്നെയല്ലേ? 6-നകത്തും 7-നകത്തും 10-നകത്തും ഈ കൺജക്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കുന്നു. 6, 7 and 10 verses are being started by stating a verse 4. ആ 4 പറഞ്ഞിട്ട് ദൈവസ്നേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. So the God's love is being explained clearly. ആ എക്സ്പ്ലെയിൻ ചെയ്തു വരുമ്പോൾ ദൈവസ്നേഹം എന്താണ്, അത് നമുക്ക് എങ്ങനെയാണ് നൽകിയത്, നമ്മുടെ സ്റ്റേജ് എന്തായിരുന്നു എന്ന 4 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. The stage, how we were or who we were and where we were, all the stages are being explained very well from 6 through 11. നിങ്ങൾ എല്ലാവരും നോക്കിയേ, ഒന്ന് നോട്ട് ചെയ്ത് പോയച്ചാൽ മതി. 6-ാം വാക്യത്തിൽ we were weak, നമ്മൾ ബലഹീനരായിരുന്നു എന്നാണ് വായിക്കുന്നത്. We can see in verse 6 very clearly it is stated as we were weak. 6-ാം വാക്യത്തിനകത്ത് എഴുത്തുകാരൻ കണ്ടിന്യൂ ചെയ്യുകയാണ്, we were ungodly, നമ്മൾ അഭക്തരായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. Then he is continuing by stating like this, we were ungodly. Verse 8 വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്, we were sinners. Then again he has been continued like this, we were still sinners. Verse 10-ൽ വീണ്ടും പറയുകയാണ്, we were enemies. Then again is being continued like that, we were enemies. 4 വാക്ക് Paul is using here to describe what we were. നമ്മൾ എന്തായിരുന്നു എന്ന് 4 പദം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചു. നിങ്ങൾ നോക്കിയേ, ആ വേദഭാഗമെല്ലാം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. നമ്മളെ ജസ്റ്റിഫൈഡ് ആക്കി, നമുക്ക് ദൈവത്തോട് സമാധാനം നൽകി, തമ്പുരാന്റെ സന്നിധിയിൽ ആക്സസ് നൽകി, തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് നിത്യമായ ഒരു ഹോപ്പ് നൽകി. ആ ഹോപ്പിലൂടെ ദൈവസ്നേഹം ഹോളി സ്പിരിറ്റിന്റെ ചാനലിൽ നമുക്ക് പകർന്നു നൽകി. അങ്ങനെ പകർന്നു നൽകിയ ആ പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ നിന്നിരുന്നത് we were weak, we were ungodly, we were sinners, we were the enemies of God. ദൈവകോപം നമ്മുടെ മേൽ വസിച്ചിരുന്നതേ ഉള്ളൂ. അവിടെ നിന്നാണ് ദൈവത്തോട് സമാധാനം വരുത്തി ആ പാക്കേജ് സൗജന്യമായി നമുക്ക് നൽകിയത്. We can see in this chapter that we have peace with God and we have been given access to God. We have been received hope in God. We have received this package, full package, God's love. Everything is being received. And at that time, our stage where we were weak, we were ungodly, we were sinners, we were hopeless people. ഈ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് up to chapter 11. These things and these are being explained, these verses are being explained in the continuing chapters up to chapter 11. 11 verse, last 11, chapter 11, the last verse നോക്കി. ഞാൻ ഇന്നലത്തെ ബൈബിൾ സ്റ്റഡി പറഞ്ഞിരുന്നു, ആ ലാസ്റ്റ് വാക്യം നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു വാക്യമാണ്. The last verse of chapter 11 we should always remember. എത്ര മനോഹരമായിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്തേക്കുന്നത് അറിയാമോ? For from him and through him and to him
or all things. To him be glory forever. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും ആരാ ചെയ്തേ? ജീസസ് ചെയ്തേ, അല്ലെ ട്രൈയൂൺ ഗോഡാ ചെയ്തേ. So we can see all these things are being done by triune God. From him he is the source. He is the source. We can see from that verse, from him. To him he is the means. Through him he is the means. To him, ഇതിന്റെ എല്ലാ കൺക്ലൂഷനും സകല മഹത്വവും ദൈവത്തിന് മാത്രമാണ്. And conclusion, to him, and all glory belong to him. അതുകൊണ്ടാണ് റിഫോമേഴ്സ് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? ഫെയ്ത്ത് alone, Christ alone, grace alone, scripture alone. ഒടുവിൽ അവർ പറഞ്ഞു സകല മഹത്വവും ദൈവത്തിനു മാത്രം. We are justified by Christ alone. That is the reason reformers are saying that all glory belong to God. Praise the Lord. നമുക്ക് എനിക്കത് വിവരിക്കാനായിട്ട് സമയമില്ല. അതിന് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പം നമ്മുടെ സ്റ്റേജ് ആണ് 4 കാര്യം. ആ 4 കാര്യം മറക്കുകയല്ലോ. ഒന്ന്, നമ്മൾ വീക്ക് ആയിരുന്നു, നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നു, നമ്മൾ അൺഗോഡ്ലി ആയിരുന്നു, നമ്മൾ സിന്നേഴ്സ് ആയിരുന്നു, നമ്മള് ദൈവത്തോട് ശത്രുക്കളായിരുന്നു. എഫീസ് ലേഖനം 2-ാം അധ്യായം എടുത്താൽ we were dead in Christ. So when God justified us, at that time our condition was we were weak, we were ungodly, we were bad, still sinners, but still God died for us. Enemies, we were enemies and we were apart from God. അപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചേ. At that time God loved us. ഈ ദൈവസ്നേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ലോകത്തിൽ ഒരു ലാംഗ്വേജും പോരാ. No languages in the whole world is enough to explain the breadth or the depth of God's love. അതാണ് എഫീസ് ലേഖനത്തിൽ നമ്മൾ ഇതിനോട് ചേർന്ന് വായിക്കുന്ന വാക്യം, അല്ലെങ്കിൽ ഈ വാക്യം. ദിസ് ഈസ് സംതിങ് ലൈക്ക് എഫീഷ്യൻസ് 3:18. എന്താ വാക്യം? We can see that this is something related the height, the depth and the breadth and the length of the love of God. ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും അളക്കുവാൻ കഴിയുകയില്ല. ഞാൻ അതിന്റെ ഉയരം എന്താണെന്ന് പറഞ്ഞു തരാം. I would like to explain the height of God's love. ഗ്രേവിൽ നിന്ന് എന്നെ ഉയർത്തി seated with Christ in heaven. That is the height of the love of God. Height of the love I can explain like this: from a graveyard we have been raised to the upper seat and he seated us with Christ. അതിന്റെ ഡെപ്തോ, അതിന്റെ ആഴമോ? What is the depth? സ്വർഗത്തിലിരുന്നവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് മരിച്ച എന്നെ തേടി താഴെ ഭൂമിയിലേക്ക് വന്നു. That is the depth of his love. A God who has been seated at high, he descended into this low earth and took the form of a man. That is the depth. Length എന്താ? അതിന്റെ നീളം. What is the length of his love? എറ്റേണൽ പാസ്റ്റ് എറ്റേണിറ്റി മുതൽ കമ്മിങ് എറ്റേണിറ്റി വരെയുള്ള കാര്യങ്ങളെ നോക്കി പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. That is the length of his love. From the past eternity to the future eternity, he chose in Christ. Praise the Lord. That is the length. അതിന്റെ breadth, അതിന്റെ വീതി എന്താ? What is the breadth? We were outcast. ഓർക്കുന്ന വാചകം? പുറന്തള്ളപ്പെട്ടവരായിരുന്നു. നമ്മൾ sinners ആയിരുന്നു. We are under the wrath of God. We are outcast. We are not Jews. എന്നാൽ യഹൂദനെയും യവനനെയും എല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നതാണ് ദൈവസ്നേഹത്തിന്റെ വീതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഹോളി സ്പിരിറ്റ് നമ്മിലേക്ക് ദൈവസ്നേഹം പകർന്നു നൽകിയെന്ന് പറയുമ്പോൾ നമ്മൾ അൺഗോഡ്ലി ആയിരുന്നു, നമ്മൾ സിന്നേഴ്സ് ആയിരുന്നു, നമ്മൾ എനിമീസ് ആയിരുന്നു, നമ്മൾ വീക്ക് ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവം
അറിയാമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. We can see here God's abundance of love while we were weak and hopeless and enemies and sinners. At that time, how much big His love towards each one of us. അങ്ങനെങ്കിൽ റോമൻസ് ചാപ്റ്റർ 5:5 കമന്ററി ആണ് വേഴ്സസ് 6 to 11. So we can see that the commentary of Romans chapter 5:5 is coming following through verses 6 through 11. മൂന്ന് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ദൈവസ്നേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ. We can see here in 3 verses he is trying to explain God's love. Verse 6 നോക്കിയേ, എക്സ്പ്ലെയിൻ ചെയ്യല്ലേന്ന്. He has been explaining in verse 6. Verse 8 again he is explaining. Again he is explaining in verse 8. 10ാം വാക്യത്തിനകത്ത് തേർഡ് എക്സ്പ്ലനേഷൻ കാണാം. Again he is explaining in verse 10. കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ ചാപ്റ്റർ 3ലേക്ക് പോകണം. Everyone sinned and lost their glory എന്ന് പറഞ്ഞിട്ടാണ് ഈ വേദഭാഗം താഴോട്ട് വായിക്കുന്നത്. In order to understand this God's love, we have to go back to Romans chapter 3. There we can see that everyone became sinners and under the wrath of God. Praise the Lord. Hallelujah. ഞാൻ തൽക്കാലം നിർത്തുകയാണ്, കാരണം സമയമില്ലല്ലോ. കർത്താവിന്റെ മേശ നമ്മുടെ നടുവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യമാണ് പറയാം. റോമാലേഖനം 5 പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. So when I preach from the book of Romans, especially from chapter 5, we are unable to explain through any other means. വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആനന്ദം ഈ കാര്യങ്ങളിലായിരിക്കണം. For a Christian, that Christian should be happy about this fact. ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. It is, I'm not thinking about a motivational speaking, like it is not according to Bible. ഞാൻ തിങ്കിങ് അല്ല, ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. Motivational speaking is not based on Bible. അതാണ് അതിന്റെ അർത്ഥം. അത് ഇവിടുന്ന് ഇറങ്ങി വീട് വരെ ചെന്ന് കഴിയുമ്പോൾ അങ്ങ് പോകും. That will fade away or disappear while we reach home. മനസ്സിനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. We will receive a comfort or a joy at the time when we hear a motivational speech. എനിക്ക് തോന്നുന്നത് സീഹോക്സിന്റെ കളി കണ്ടാലും സെയിം ഫീലിംഗ് ഉണ്ടാവും, ഇല്ലേ? So similarly, when we watch a game also, we will get some kind of excitement at the time of the game. പക്ഷെ അങ്ങനല്ല, സ്ക്രിപ്ചറിലേക്ക് വരണം, ബാക്ക് ടു സ്ക്രിപ്ചർ. But that is not the way God's love. We have to come back to the scriptures. ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം റച്ചടായിരുന്ന, ദൈവകോപത്തിന്റെ അടിയിൽ കിടന്നിരുന്ന, ഗ്രേവിയർഡിലായിരുന്ന എന്നെ ഉയർത്തി ദൈവത്തോടുകൂടെ ഇരുത്തി ഈ പാക്കേജ് നൽകിയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം ഇല്ല. For a spiritual man, you have to think, you or I have to think how wretched my life was. At that time, from that wretched place, He pulled me from that wretchedness and seated me with Christ in heavenly realm. That is the beauty of Christian life. Praise the Lord. നമ്മുടെ ഒരു പാട്ടുണ്ട്, പിളർന്നതാൻ പാറയെ, റോക്ക് ഓഫ് ഏജസ് അല്ലേ? അതിനകത്ത് ആ പാട്ടൊന്ന് വായിച്ചു നോക്കണം. ആ പാട്ടിനകത്ത് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. There is an old Malayalam English song, Rock of Ages cleft for me. That song is very clearly explaining these verses from this chapter. Praise the Lord. നമ്മൾ എവിടായിരുന്നു, ഇപ്പൊ നമ്മൾ എവിടാണ് എന്ന പാട്ടുകാരൻ അതിനകത്ത് പറയുന്നു. In that chorus we can see where we and where are we now. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നു, നമ്മളെ സ്ട്രോങ് ആക്കി, പവർഫുൾ ആക്കി ഈ സ്നേഹം തീർത്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. So we were helpless, but we became strong and we became hopeful through the love of God by the power of the Holy Spirit. കർത്താവ് സഹായിക്കട്ടെ. Hallelujah. അടുത്ത ആഴ്ച ഞാൻ എന്റെ വിശദീകരണം ദൈവം എന്ന് വെച്ചാൽ പറയാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.